ദൈവിക സത്യത്താൽ നിറയപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്നും ബഹിർഗമിക്കുന്നത് മാത്രമാണ് സത്യ ആരാധന. ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കാം, എന്നാൽ അപ്പോൾ മാത്രമല്ല ആരാധന. ഒരു സ്ഥലത്താകാം ആരാധന, എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം ആകണമെന്നില്ല യഥാർത്ഥ ആരാധന. പിന്നെന്താണ് യഥാർത്ഥ ആരാധന? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെസഹ കൂട്ടായ്മയുടെ രാത്രിയിൽ കർത്താവായ യേശു പത്രോസിനോട് അരുളിച്ചെയ്തത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നായിരുന്നു. അപ്പോൾ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈകളും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. അതിന് യേശു മറുപടി പറഞ്ഞത്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവനാകുന്നു, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്നായിരുന്നു. കർത്താവുമായുള്ള കൂട്ടായ്മയും ബന്ധവും നിലനിർത്തുന്നതിന് ദിനം പ്രതിയുള്ള ജീവിത ശുദ്ധീകരണം എത്രമാത്രം അനിവാര്യമാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ഒരു ക്രിസ്തു വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 10 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആധ്യാത്മിക മണ്ഡലങ്ങളിൽ നേരെ കേട്ടുവരുന്ന ഒരു പദമാണ് ആരാധന എന്നുള്ളത്. ഈ പദം ഏറെ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും മാറിയാണ് പലരും അത് ഉപയോഗിക്കുന്നതും അതേക്കുറിച്ച് ചിന്തിക്കുന്നതും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ സൃഷ്ടാവിനെ ആരാധിക്കുവാനാണ്. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ കൽപ്പനയായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ദൈവത്തെ ആരാധിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കുക എന്നാണ്. ഒരർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഈ കൽപ്പനയിൽ സ്വർഗം മുഴുവൻ സംഗ്രഹിച്ചിരിക്കുന്നു. കാരണം മനുഷ്യൻ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സകലതും ഈ ഒരു കൽപ്പനയിൽ, ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കൽപ്പനയിൽ കാണാവുന്നതാണ്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ 4-ാം അധ്യായത്തിൽ ആരാധനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു പഠനമുണ്ട്. യോഹന്നാൻ 4:20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ആരാധനയെക്കുറിച്ച് പൊതുവെ മനുഷ്യരുടെ ഇടയിലുള്ളൊരു ധാരണയാണ് യേശു ഇവിടെ തിരുത്തുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാകുന്നു ആരാധന എന്ന തെറ്റിദ്ധാരണയാണ് യേശു തിരുത്തിയത്. ആരാധന ഒരു അനുഷ്ഠാനമോ ആചാരമോ ശുശ്രൂഷയോ ആണെന്ന ചിന്തയെയാണ് കർത്താവ് മാറ്റിമറിക്കുന്നത്. ചരിത്രത്തിൽ ഉടനീളം പലരും ആരാധനയെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്. പഴയ നിയമത്തിലും ആരാധനയെ ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലും ബലിയർപ്പണങ്ങളിലും നടക്കുന്ന അനുഷ്ഠാനമായി കണ്ടിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് തങ്ങൾ പങ്കെടുക്കുന്ന എന്തോ ഒന്നായി അവർ ആരാധനയെ കണ്ടു. എന്നാൽ യേശു ആ ചിന്തയെ തുടച്ചു മാറ്റി. മനുഷ്യകരം കൊണ്ട് നിർമ്മിച്ച ഒരു ആലയത്തിൽ ദൈവം വസിക്കുന്നില്ല എന്നും ചില ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ കൂദാശകളിലോ ബന്ധപ്പെട്ട് മാത്രം ഇരിക്കുന്നവനല്ല ദൈവം എന്നും യേശു പഠിപ്പിച്ചു. ദൈവം ആത്മാവാകുന്നു, അവിടുന്ന് എല്ലായിടത്തും എല്ലാ സമയത്തും സന്നിഹിതനാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവിക വെളിപ്പാടിൻ്റെ സത്യത്തിലേക്ക് ഉയർത്തുന്നതിനായി ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉയർന്നു വരുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന സത്യത്തിലേക്ക് യേശു വെളിച്ചം വീശുന്നു. ആരാധ്യനായ ദൈവത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ 4-ാം അധ്യായത്തിൽ പറയുന്ന പ്രസ്താവന ശക്തമാണ്. അവിടെ പറയുന്നത് ദൈവം ആത്മാവാകുന്നു, സത്യനമസ്കാരികൾ അവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധനക്കാരെ പിതാവ് അന്വേഷിക്കുന്നു. അതായത് ആരാധിക്കുന്ന സ്ഥലമല്ല, ആരാധനക്കാരൻ്റെ ഹൃദയമാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യം പ്രകീർത്തിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിനുള്ള അഭിനിവേശമാകുന്നു ആരാധന. ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ആരാധന സംഭവിക്കുന്നത് എന്നുള്ള പഴയ ചിന്താഗതിയെ യേശു ഇല്ലാതാക്കി.
ഒരു പ്രത്യേക സ്ഥലം ക്രമീകരിച്ച് അവിടെ എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നത് തെറ്റാണെന്നല്ല. അത് തെറ്റോ ശരിയോ ആകാവുന്നതാണ്. ഏതെങ്കിലും ബാഹ്യ പ്രചോദനത്താൽ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് ആരാധനയെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് സത്യാരാധനയല്ല. ദൈവിക സത്യത്താൽ നിറയപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്നും ബഹിർഗമിക്കുന്നത് മാത്രമാണ് സത്യാരാധന. ഒരുമിച്ച് കൂടി വരുമ്പോൾ ആരാധിക്കാം, എന്നാൽ അപ്പോൾ മാത്രമല്ല ആരാധന. ഒരു സ്ഥലത്താകാം, എന്നാൽ ഒരു സ്ഥലത്ത് മാത്രമാകണമെന്നില്ല യഥാർത്ഥ ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു എന്നും അവിടുന്ന് എല്ലായിടത്തും എപ്പോഴും സന്നിഹിതനാകുന്നു എന്നും അറിഞ്ഞ് അംഗീകരിച്ച് വേണം നാം ആരാധിക്കുവാൻ. അപ്പോൾ നമ്മുടെ ആരാധന ഞായറാഴ്ച പള്ളിയിൽ മാത്രമുള്ള പെരുമാറ്റത്തിൽ ഒതുങ്ങാതെ വാക്കും ചിന്തയും പ്രവൃത്തികളും ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുന്ന ജീവിത രീതിയായി മാറും, ലൈഫ് സ്റ്റൈലായി മാറും. ഓരോ യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയുടെയും ഹൃദയ വാഞ്ചയാണ് ആരാധന. കാരണം അതാണ് യേശു മുഖ്യ കൽപ്പനയിൽ നമ്മെ പഠിപ്പിച്ചത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. തൻ്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയ ദൈവത്തെ നമ്മുടെ സകല കഴിവുകളും നമുക്കുള്ള സകലതും ഒരുമിച്ച് ചേർത്ത് നാം സ്നേഹിക്കണം. ദൈവത്തിനുള്ള സ്ഥാനത്ത് മറ്റൊന്നും വെക്കാത്ത വിധമായിരിക്കണം ഒരു യഥാർത്ഥ ആരാധകൻ്റെ ജീവിതം മൊത്തം. പണമെന്ന ദൈവമോ പദവി എന്ന ദൈവമോ സ്ഥാനമാനങ്ങളെന്ന ദൈവമോ സുഖസൗകര്യങ്ങളെന്ന ദൈവമോ ജോലി എന്ന ദൈവമോ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നാം ആയിരിക്കുന്ന സകലവും, നാം ആകുവാൻ ആഗ്രഹിക്കുന്ന സകലവും, നമ്മുടെ കഴിവുകൾ സകലവും ജീവനുള്ള സത്യദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് യഥാർത്ഥ ആരാധന. അങ്ങനെ വരുമ്പോൾ അത് ഞായറാഴ്ച ഒരു ദിവസം മാത്രം ചെയ്യുന്നതല്ല, അത് നമ്മുടെ ജീവിതശൈലിയും അഭിലാഷവുമായി മാറും. അപ്പോഴാകുന്നു അത് സത്യ ആരാധനയാകുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ എവിടെയും ആരാധനയ്ക്കൊരു നിർവചനം നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള ഒരു ആരാധനാ ശുശ്രൂഷ പുതിയ നിയമത്തിൽ എങ്ങും കാണുവാൻ കഴിയുന്നില്ല. ആദിമസഭ ക്രമമായി കൂടി വന്നതായി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് ആരാധനയ്ക്കായിട്ടാണ് കൂടി വന്നതെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പം നുറുക്കുവാൻ അവർ കൂടി വന്നു, പ്രാർത്ഥനയ്ക്ക് കൂടി വന്നു, കൂട്ടായ്മയ്ക്ക് കൂടി വന്നു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾപ്പാൻ കൂടി വന്നു, സങ്കീർത്തനങ്ങളും സ്തുതികളും പാടുവാൻ കൂടി വന്നു, സത്യം പ്രഘോഷിക്കുവാൻ കൂടി വന്നു. ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആരാധനയ്ക്കായി കൂടി വന്നു എന്ന് പുതിയ നിയമത്തിൽ എങ്ങും പറയുന്നില്ല. ഇത്ര പ്രധാനപ്പെട്ടതെന്ന് നാം കരുതുന്ന ഒന്ന് എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ വിട്ടുകളഞ്ഞു? കാരണം പുതിയ നിയമസഭയിൽ ആരാധന ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രം ഒതുക്കി നിർത്താതിരുന്നത് പോലെ ഒരു സംഭവമായി മാത്രം ഒതുക്കി നിർത്തിയിരുന്നില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പള്ളിയിലോ ആരാധനാ ഹാളിലോ അല്ല ആരാധന, യാതൊരു ബാഹ്യ പ്രകടനങ്ങളിലുമല്ല ആരാധന. അതൊരു ദൈവ പൈതലിൻ്റെ ജീവിത രീതിയാകുന്നു. നാം അങ്ങനെയുള്ള ആരാധനക്കാർ ആയതുകൊണ്ട് നാം ഒരുമിച്ച് കൂടുമ്പോൾ ആരാധിക്കുന്നു. ദൈവത്തിന് മാത്രം ബഹുമാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ പ്രകടനമാകുന്നു ആരാധന. ആരാധന ശുശ്രൂഷ, അതായത് വർഷിപ്പ് സർവീസ്, ഒരു ചടങ്ങായി മാത്രം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിൻ്റെ മറ്റൊരു കാരണം സകല ആത്മീയ ശുശ്രൂഷകളും ആരാധന ആകുന്നു എന്നതിനാലാണ്. സകല ആത്മീയ ചുമതലകളും സുവിശേഷ ഘോഷണങ്ങളും അനുസരണങ്ങളും സ്തുതിസ്തോത്രങ്ങളും ആരാധനയാകുന്നു. ദൈവത്തിന് അനുസ്യൂതമായ ഏത് കാര്യം നാം ചെയ്യുമ്പോഴും നാം ദൈവത്തെ ആരാധിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഞായറാഴ്ച ഒരു ആത്മീയതയും മറ്റ് ദിവസങ്ങളിൽ വേറൊരു തരം ജീവിതവും ഉണ്ടാകില്ല. അതുകൊണ്ട് ആരാധന എന്നത് എന്തെങ്കിലും പ്രത്യേകമായൊരു സംഭവമോ അനുഭൂതിയോ അല്ല. ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ച് അത് അവരുടെ ജീവിതമാണ്. പുറപ്പാട് പുസ്തകം 25 മുതലുള്ള അധ്യായങ്ങളിൽ സമാഗമന കൂടാരത്തിൻ്റെ രൂപരേഖയും മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ മാതൃകയുമാകുന്നു പ്രധാന വിഷയം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ ആർക്കാണ് ആരാധിക്കുവാൻ അവകാശമുള്ളതെന്ന് പറയുന്നു. ആദ്യം പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവർ ആരാധിക്കണമെന്നത്രേ. പിന്നെ പറയുന്നു ശുദ്ധീകരണം പ്രാപിച്ചവർ ആരാധിക്കട്ടെ എന്ന്. തുടർന്ന് പറയുന്നു അഭിഷേകം ചെയ്യപ്പെട്ടവർ വേണം ആരാധിക്കുവാനെന്ന്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം
10 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഞാൻ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 10 മുതൽ 13 വരെ. സംവത്സരത്തിൽ ഒരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകൾക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് അവൻ തലമുറയായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം. ആരാധനയ്ക്ക് ആവശ്യമായിരിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർ വീണ്ടെടുക്കപ്പെടുവാൻ പോകുന്നതിനാൽ അവരുടെ ഇടയിൽ യാതൊരു ബാധയും ഉണ്ടായിരിക്കുകയില്ല. അവർ വെള്ളി കൊണ്ട് വീണ്ടെടുക്കപ്പെടേണ്ടതായിരുന്നു. വെള്ളി വീണ്ടെടുപ്പിൻ്റെ ലോഹവും അതിൻ്റെ മുൻകുറിയുമാണ്. ആരാധിക്കുന്ന ഓരോ വ്യക്തിയും വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കേണ്ടതായിരുന്നു. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആഗ്രഹിക്കുന്ന ഏവർക്കും വീണ്ടെടുപ്പിൻ്റെ വഴി തുറന്നു കിടക്കുകയാണ്. ആരാധകർ വീണ്ടെടുക്കപ്പെട്ടവർ ആയിരിക്കണമെന്ന് മാത്രമല്ല, അവർ ശുദ്ധിയുള്ളവർ അഥവാ കഴുകൽ പ്രാപിച്ചവർ ആയിരിക്കണം. താമര തൊട്ടിയുടെ അടുത്തേക്ക് നാം ചെല്ലണം. ഈ തൊട്ടി താമര പീഠത്തോടൊപ്പം പുറത്തെ പ്രാകാരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നാം കണ്ടതാണ്. അത് താമ്രം കൊണ്ട് നിർമ്മിച്ചതാണ്. അവിടെയാണ് ദൈവം നമ്മുടെ പാപങ്ങളെ കൈകാര്യം ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. വിശുദ്ധന്മാർ എന്ന നിലയിൽ നമ്മുടെ പാപത്തെ ദൈവം കൈകാര്യം ചെയ്യുന്നത് താമ്ര തൊട്ടിയുടെ സ്ഥാനത്ത് വെച്ചാണ്. ഞാനിനിയും 30-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, കഴുകേണ്ടതിനൊരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അതിങ്കൽ അഹ്റോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. ആദ്യമേ സ്വയം കഴുകി ശുദ്ധനായില്ലെങ്കിൽ പുരോഹിതന് ശുശ്രൂഷയ്ക്കായി സമാഗമന കൂടാരത്തിൽ കടക്കുവാൻ കഴിയുമായിരുന്നില്ല. പുരോഹിതൻ പുറത്തായിരുന്നപ്പോൾ അശുദ്ധനായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ആരാധന സന്തോഷപ്രദമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പ്രസംഗകൻ മോശമായതുകൊണ്ടായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ടായിരിക്കാം അപ്രകാരം തോന്നുന്നത്. ആരാധന ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മാത്രമായിരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. നാം ഈ ലോകത്തിലായിരിക്കുന്നതിനാൽ അഴുക്ക് പുരളാറുണ്ട്. നാം കഴുകൽ പ്രാപിക്കുന്നത് വരെയും നമുക്ക് ആരാധിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. അവൻ ഇന്നും അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ശുദ്ധീകരണത്തിനായി നാം ആ താമ്രത്തൊട്ടിയുടെ സമീപെ കടന്നു ചെല്ലേണ്ടതാണ്. പുരോഹിതൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു. അവർ താമ്ര യാഗപീഠത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ അവർ അതിന് മുൻപും പിൻപും കഴുകിയിരുന്നു. അവർ വിശുദ്ധ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവർ അവിടെ പ്രവേശിക്കുന്നതിന് മുൻപായും പുറത്തു വരുമ്പോഴും കഴുകുമായിരുന്നു. ഒരു ദിവസം പല പ്രാവശ്യം അവിടെ കടന്നു ചെല്ലേണ്ട പുരോഹിതൻ പല പ്രാവശ്യം ഈ കഴുകലിലൂടെ കടന്നു പോകുമായിരുന്നു. എന്തിനാണ് വീണ്ടും വീണ്ടും ഇപ്രകാരം ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ വിശുദ്ധനാകേണ്ടതിന് വീണ്ടും വീണ്ടും കഴുകൽ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങൾ കഴുകൽ പ്രാപിച്ചിട്ടില്ല എങ്കിൽ അവനെ നിങ്ങൾക്ക് ആരാധിക്കുന്നതിനോ ശുശ്രൂഷിക്കുന്നതിനോ അവന് വേണ്ടി ഉപയോഗമുള്ളവനായി തീരുന്നതിനോ കഴിയുകയില്ല. അഴുക്ക് പുരണ്ട വിശുദ്ധന് ദൈവപ്രസാദകരമായ ശുശ്രൂഷ നിവർത്തിക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും ദൈവവേലയിലായിരിക്കുന്നവർ പോലും തെറ്റിൽ വീഴുന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടാകും. പലരിലും പണമിടപാടുകളിലെ അവിശ്വസ്തതയും ബന്ധങ്ങളിലെ ഉലച്ചിലും അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒക്കെ കാണാവുന്നതാണ്. അങ്ങനെ ആരെക്കുറിച്ചെങ്കിലും കേട്ട് കഴിയുമ്പോൾ നിങ്ങളും അത്ഭുതത്തോടെ ചോദിച്ചിട്ടുണ്ടാകും, ഇത്ര ശോഭിച്ചു നിന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ദൈവപൈതലിന് ഇങ്ങനെ സംഭവിക്കുമോ എന്ന്. ആ വ്യക്തി ഒരു നല്ല സുവിശേഷകനോ വിശ്വാസിയോ ഒക്കെ ആയിരുന്നിരിക്കാം, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അയാളുടെ പ്രവർത്തനത്തെ പരിശോധിച്ചാൽ
നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള പ്രവൃത്തി അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവിടെ എന്താ പറയുന്നത്? ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അവൻ്റെ വലിയ പ്രവൃത്തി ദൈവദൃഷ്ടിയിൽ ഒന്നുമില്ലാത്തതായിത്തീരും. നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. താമ്രത്തൊട്ടിയിൽ പുരോഹിതന്മാർ സ്വയം കഴുകേണ്ടിയിരുന്നു. നാം പാപബോധത്തോടെ അവൻ്റെ അടുക്കൽ കടന്നു വരേണ്ടതാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഈ താമ്രത്തൊട്ടി നമ്മുടെ വിശുദ്ധീകരണത്തെയാണ് ചിത്രീകരിക്കുന്നത്. നാം ദൈവത്തെ സേവിക്കുവാൻ പോകുന്നുവെങ്കിൽ നാം കഴുകൽ പ്രാപിക്കേണ്ടതാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നാം കഴുകൽ പ്രാപിക്കേണ്ടതാണ്. നാം വിശുദ്ധരായിത്തീരണം. നമ്മുടെ വസ്ത്രങ്ങൾ സൗരഭ്യവാസനയുള്ളതായിരിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരങ്ങളും ശുദ്ധവെള്ളത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കേണ്ടതാണ്. ഈ ശുദ്ധവെള്ളം ദൈവവചനമാണ്. തൊട്ടി താമ്രം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. സ്ത്രീകൾ തങ്ങളുടെ തിളങ്ങുന്ന താമ്ര കണ്ണാടികൾ തൊട്ടിയുടെ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അക്കാലത്ത് ഗ്ലാസ് കൊണ്ടുള്ള മുഖക്കണ്ണാടികൾ ഉണ്ടായിരുന്നില്ല. കണ്ണാടികൾ അഴുക്കിനെ കാട്ടിക്കൊടുത്തതാണല്ലോ. അതായിരുന്നു താമ്രത്തൊട്ടിയുടെ ഉദ്ദേശവും. തൊട്ടി പുരോഹിതനെ ശുദ്ധിയുള്ളവനാക്കി തീർത്തിരുന്നു. തൊട്ടി ദൈവവചനത്തെയാണ് ചിത്രീകരിക്കുന്നത്. വേദപുസ്തകം ഒരു കണ്ണാടിയാണ്. നാം അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാപം വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ നാം ആ പാപത്തെ ഏറ്റുപറയുകയും കഴുകൽ പ്രാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ പരസ്യമായി ഏറ്റുപറയേണ്ടതില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ രഹസ്യമായി കടന്നു ചെല്ലുക. ആ തൊട്ടി സ്വർഗത്തിലാണ്. കഴുകൽ പ്രാപിക്കാനായി നമ്മുടെ ദേഹത്ത് അഴുക്കും അശുദ്ധിയും ഇല്ലെന്ന് പറയരുത്. നിങ്ങളുടെ കണ്ണുകൾ അശുദ്ധമാകാറില്ലേ? മനസ്സ് അശുദ്ധമാകാറില്ലേ? കൈകളും കാലുകളും അശുദ്ധിയിൽ അകപ്പെടാറില്ലേ? നിങ്ങൾ മുഴുവനും അശുദ്ധിയുള്ളവനാണ്. നമ്മുടെ ആരാധനയിലെ ഏറ്റവും വലിയ പ്രശ്നം ആത്മീക നിഗളമാണ്. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം അവനോട് ഏറ്റുപറയേണ്ടതും ആരാധനയ്ക്ക് മുൻപായി കഴുകൽ പ്രാപിക്കേണ്ടതുമാണ്. ശുദ്ധ ഹൃദയത്തിൽ നിന്നും ഉടലെടുക്കാത്ത ആരാധന ദൈവത്തിന് സ്വീകാര്യമല്ല. ശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നല്ലാത്ത ശുശ്രൂഷയും കർത്താവ് സ്വീകരിക്കുകയില്ല. വിശുദ്ധിയില്ലാതെ ഒരിക്കലും ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. എത്ര മനോഹരമായ ചിന്തയാണിതല്ലേ? നാം പലപ്പോഴും വിശുദ്ധി പ്രാപിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള കഴുകൽ പ്രാപിക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിക്കാറില്ലേ? ദൈവം ആ ആരാധന ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. 30-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ, തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലം ആക്കേണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. ഇന്ന് നമുക്ക് ഈ അഭിഷേകം എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ദൈവത്തിൻ്റെ വചനം ശരിയായി മനസ്സിലാക്കുന്നതിന് ഈ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് വേദപുസ്തകം നമുക്ക് യാഥാർത്ഥ്യമാകുന്നത്. ഒരു അധ്യാപകനോ പ്രസംഗകനോ അല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവവചനം നമുക്ക് വിഭാഗിച്ച് തരുന്നത്. പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനം പഠിപ്പിക്കാൻ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ മേൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവമേ അവിടുത്തെ വചനം ഗ്രഹിക്കേണ്ടതിന് എൻ്റെ ഹൃദയവും മനസ്സും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എന്ന്. അതേ അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും
ഉപദേശിച്ച് തരികയാലും, അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ദൈവവചനം ഗ്രഹിക്കുവാനായി നിങ്ങൾ ദൈവത്തോടുകൂടെ പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയവും മനസ്സും വചനത്തിനായി തുറക്കുന്നത്. ഇതിനായി അവിടുന്ന് എത്ര അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ചൊരിയുന്നു എന്നോർക്കണം. തൻ്റെ വചനം പഠിക്കുവാൻ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയെയും കർത്താവ് തൃപ്തിപ്പെടുത്തുന്നവനാണ്. ഞാൻ 30-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. നീ അതിൽ ഏതാനും ഇടിച്ചു പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വയ്ക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. 34-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ധൂപവർഗം, നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും ചേർത്തുണ്ടാക്കിയതായിരുന്നു ഈ പറഞ്ഞതായിട്ടുള്ള ധൂപവർഗം, സുഗന്ധവർഗം. ഗിലെയാദ് പർവ്വതത്തിൽ വളരുന്ന മരങ്ങളിൽ നിന്ന് ഊറി വരുന്ന പശയായിരുന്നു നറുംപശ. അതിനെ ഗിലെയാദിലെ കുഴമ്പ് എന്ന് വിളിച്ചിരുന്നു. ഞണ്ടിനെ പോലെ പുറന്തോടുള്ള ഒരുതരം ജീവിയിൽ നിന്നായിരുന്നു ഗുൽഗുലു എടുത്തിരുന്നത്. സിറിയയിൽ വളരുന്ന ഒരു സസ്യത്തിൻ്റെ ഇലയിൽ നിന്നെടുക്കുന്നതാണ് ഹൽബാനപ്പശ. ഇവയും നിർമ്മല സാമ്പ്രാണിയും ചേർത്ത് ധൂപവർഗമുണ്ടാക്കിയിരുന്നു. അതൊരു രഹസ്യ വിധിപ്രകാരമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ആ രീതി നിലവിലില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. ഈ സുഗന്ധവർഗങ്ങളുടെ കൂട്ട് നല്ല സൗരഭ്യം പരത്തുന്നതായിരുന്നു. അതുപോലെ ഇത് സ്വന്തം ആവശ്യത്തിനുണ്ടാക്കുകയോ കൂട്ടിൽ മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുകയോ ഈ പറഞ്ഞിട്ടുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്നും ദൈവം അവർക്ക് കൽപ്പന കൊടുത്തു. 37-38 വാക്യങ്ങളിൽ, ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യോഗത്തിനൊത്തതായി നിങ്ങൾക്കുണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മണക്കേണ്ടതിന് അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. ഈ വിധിപ്രകാരം യാതൊരുത്തനും സ്വന്തം ആവശ്യത്തിന് ധൂപവർഗം ഉണ്ടാക്കുവാൻ അനുവാദമില്ലായിരുന്നു. അതുമാത്രമല്ല, ഇതിന് പകരം വേറെ എന്തെങ്കിലും ദൈവം അംഗീകരിക്കുകയും ഇല്ലായിരുന്നു. ധൂപപീഠം പ്രാർത്ഥനയെയും ആരാധനയെയും കുറിക്കുന്നു എന്ന് നാം പ്രാരംഭത്തിൽ കണ്ടു. നാം നമ്മുടെ സ്തുതികളും സ്തോത്രങ്ങളും അപേക്ഷകളും അർപ്പിക്കേണ്ട സ്ഥലം അവിടെയാണ്. അതുപോലെ മറ്റൊന്നും ഉണ്ടാക്കിക്കൂടാ. രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ, അതായത് പ്രാകൃത മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമമായി ഈ ധൂപവർഗത്തിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും കൂടി ഉപയോഗിക്കുവാൻ പാടില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവബദലായി തീർന്നിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ ആരാധിച്ചാലും ആരാധന തൃപ്തികരമാവുകയില്ല. അതുകൊണ്ട് തന്നെ ആരാധനയിൽ അവർക്ക് സംതൃപ്തി ലഭിക്കത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ മേളക്കൊഴുപ്പ് കൊണ്ടുവരുവാൻ അവർ ശ്രമിക്കും. ആളെ കൂട്ടാൻ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇന്ന് പലരും കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് എത്ര ശോചനീയമാണ്. നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതാണ്. അതിനായി ദൈവവചനമല്ലാതെ യാതൊന്നും പ്രയോഗിച്ചു കൂടാത്തതാണ്. ദൈവവചനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്നും മറ്റുള്ളതെല്ലാം അതിനെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 2 യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഹോമയാഗപീഠത്തിലാണ് ദൈവം പാപിയുമായി ഇടപെട്ടിരുന്നത്. അത് ഭൂമിയെയും മനുഷ്യൻ്റെ പാപത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ധൂപപീഠം സ്വർഗത്തെയും വിശുദ്ധിയെയും കുറിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിവർത്തിച്ച ആ കാര്യത്തെയാണ് ഹോമയാഗപീഠം സൂചിപ്പിക്കുന്നത്. ധൂപപീഠമാകട്ടെ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അത് നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും നമുക്കുള്ള പങ്കിനെ കുറിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെയും അത് ചിത്രീകരിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നവനാണ്. നമുക്ക് ആരാധന എങ്ങനെ ശീലിക്കുവാൻ കഴിയും? നിങ്ങളൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുക. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നാം വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും സ്വർണ്ണപീഠത്തിൻ്റെ അരികെ വരികയും ചെയ്യുന്നു. അവിടെ യാഗമല്ല,
കാരണം പാപമാകുന്ന പ്രശ്നത്തെ വെളിയിൽ വെച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധിച്ചിരിക്കുന്നു. അങ്ങനെ വിശുദ്ധിയോടെ അവനെ ആരാധിക്കുവാൻ കർത്താവ് വഴി തുറന്നു തന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദൈവാഭിമുഖരായി ആരാധനാ മനോഭാവത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സ്വന്തം കഴിവിൽ അത് സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിശ്ചയമായും അത് സാധ്യമാണ്. അതിനായി സമർപ്പിത ജീവിതം നയിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവസാന്നിധ്യത്തിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുക എന്നതാണ് ഓരോ ദൈവിക ശുശ്രൂഷയുടെയും യഥാർത്ഥ ലക്ഷ്യം. അതിനാൽ ദൈവം നൽകുന്ന കൃപകളെയും വരങ്ങളെയും ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾക്കോ വ്യക്തിപരമായ മഹത്വത്തിനോ വേണ്ടി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതവും ശുശ്രൂഷയും ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും കാരണമായി തീരട്ടെ.